Hello, welcome back to Mandra Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ്. മെറ്റീരിയൽ വളരെ അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് മാരേജിന്റെ ആ ഒരു ടൈമൊക്കെയാണ്, ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും വളരെ എലഗന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു റിച്ച് ലുക്കിൽ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ പോകാൻ പറ്റുന്ന ടിഷ്യൂവിൽ വരുന്ന, അതായത് സോഫ്റ്റ് ടിഷ്യൂവിൽ വരുന്ന വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് ഓരോരോ കളേഴ്സ് ആയിട്ട് കാണാം. ഞാൻ ആ ഡീറ്റെയിലിംഗ് വർക്ക് കുറച്ച് ഡിഫറൻസ് കാണും, ചില കളേഴ്സിൽ വർക്ക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഞാനത് കൃത്യമായിട്ട് ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 999 ആണ് വരുന്നത്. 999 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രോഡക്ട്സ് കാണുന്ന അനുസരിച്ച് ഞാൻ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേടാ, നമുക്ക് ഇന്ന് എൻ്റെ കൂടെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ഇതാണ്. ഇതിന്റെ വർക്ക് ഡീറ്റെയിലിംഗ് ഞാൻ ഫോക്കസ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. സോഫ്റ്റ് ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടാലും നമ്മുടെ ബോഡിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. വർക്കിന്റെ ഡീറ്റെയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമുക്ക് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് നമുക്ക് ബോട്ടം വരുന്നത്. ബോട്ടം ലൈനിങ്ങും നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലൈനിങ് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോട്ടവും ലൈനിങ്ങും ഈ ഒരു സാറ്റോൺ മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത്. പിന്നെ വരുന്നത് ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ സൈഡിൽ ഇതുപോലെ സ്കാലപ്പിയൻ ഫിനിഷ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. അത് ഇതുപോലെ ഹാൻഡ് വർക്ക് ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ഓവറോൾ ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് ഫുൾ ആ ഒരു വരുന്നുണ്ട്. ഞാനൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം. നല്ല നീളവും അതുപോലെ തന്നെ ആ ഒരു വീതിയും വരുന്നുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിടാം. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഒന്ന് കാണിച്ചു തരാം. വിട്ടെ, ഇതാണ് ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ വരുന്നത്. ഈ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പം ഹാൻഡ് വർക്കിൽ ഡിഫറൻസ് വരുമ്പോൾ ഞാൻ അതനുസരിച്ച് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതായത് ഫ്രഞ്ച് നോട്ടും ചെറിയ ചെറിയ കുഞ്ഞ് ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ. 999 ആണ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് അടുത്ത നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഒരു ലൈലാക്ക് ഷെയ്ഡ്, അതായത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരും. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. ആ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ തന്നെയായിരിക്കും ആ ഒരു ഫ്രഞ്ച് നോട്ട് ഫ്രണ്ടിൽ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. 999 ആണ് റേഞ്ച് വരുന്നത്. ഇനി ഇതിന്റെ ബോട്ടവും അതുപോലെ തന്നെ നമുക്കിത് ബോട്ടം വിത്ത് ലൈനിങ് എല്ലാത്തിലും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. ഇതാണ് നമുക്ക് ബോട്ടം ലൈനിങ് വരുന്നത്. നല്ലൊരു സാൻറ്റോൺ മെറ്റീരിയൽ ആണ്. ഇതേ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കാര്യം ഈ ഒരു മെറ്റീരിയൽ തന്നെ ഇതിന്റെ ലൈനിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഷോൾ വരുന്നത്, ദുപ്പട്ട വരുന്നത്. ഇതെങ്ങനെ ആയിരിക്കും. സെയിം വൺ സൈഡ് ഇതുപോലെ തന്നെ സ്കാലപ്പിൻ ഫിനിഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഹാൻഡ് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമ്മളിപ്പം ഇതിനകത്ത് കാണുന്ന ആ ഒരു ഷെയ്ഡ് തന്നെ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഡിഫറൻസ് ഒന്നും അങ്ങനെ വരത്തില്ല. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് വരുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. വൺ സൈഡാണ് ആ ഒരു ഫിനിഷിങ് വന്നേക്കുന്നത്, സ്കാലപ്പിൻ ഫിനിഷിങ്. ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. 999 ആണ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയൽ ആണ്. കുറച്ച് വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്കത് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ.
കാര്യം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ശരിക്കും വേർത്താണ്, ആരും മിസ് ചെയ്യരുത്. കാര്യം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു, മെറ്റീരിയൽസ് വേണം, ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ലുക്കിലുള്ള മെറ്റീരിയൽ വേണം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ, അതായത് വളരെ ലൈറ്റ് ഗ്രീൻ ആണ്, ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാം. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്, ബോട്ടം വിത്ത് ലൈനിങ് വരുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. സെയിം ആ ഒരു ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ദുപ്പട്ടയും ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കളർ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ, കാര്യം വർക്കിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ പോലും നമുക്ക് ആ സ്ക്രീൻഷോട്ട് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്നത്. അടുത്ത് വരുന്നത് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ള ഒരു കളറാണ് വരുന്നത്. കാര്യം ഞാൻ നേരത്തെ കാണിച്ചതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു വർക്ക് വരുന്നത്. ഇത് ഞാനൊന്ന് വെച്ച് കാണിക്കാം. എന്താ ഇങ്ങനെ ആയിരിക്കും വർക്കിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. നേരത്തെ കാണിച്ചത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഇനി ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്. ഇതായിരിക്കും ലൈനിങ്ങും ദുപ്പട്ടയും ലൈനിങ്ങും ബോട്ടവും വരുന്നത്. ഷോള് സെയിം ആ ഒരു സ്കാലഫിൻ ഫിനിഷിലുള്ളത് തന്നെയാണ്. ഞാൻ വീണ്ടും അത് ഇട്ട് കാണിക്കുന്നില്ല. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. അടുത്ത വരുന്നതിലും ചെറിയൊരു വർക്കിൽ ഡിഫറൻസ് ഉണ്ടാവും. അത് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ്, നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് വർക്ക് വരുന്നത്. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അവിടെ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. നിങ്ങൾ നോക്കിയാൽ മതി, കാര്യം അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ്. നല്ല രസമാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുമായിട്ട് പറ്റും. നല്ല ലെങ്ത് ഉള്ളതാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു നമ്മുടെ ദുപ്പട്ട ഷോൾ വരുന്നത്. ഇതാണ് ബോട്ടം ആൻഡ് ലൈനിങ് മെറ്റീരിയൽ വരുന്ന ഇതാണ് കേട്ടോ. 999 റേഞ്ചിലേ വരുന്നുള്ളൂ. അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ സെയിം ഡിസൈനിൽ തന്നെ ഒരു 3-4 കളേഴ്സും കൂടെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഓരോരോ കളേഴ്സായിട്ട് കാണിക്കാം. ഞാനിത് വെച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോയാൽ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തിടുമ്പം എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊരു ലുക്ക് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ വെച്ച് തന്നെ കാണിക്കുന്നതെല്ലാം. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ കളർ. എനിക്കറിയാം ഒരു സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയലൊക്കെ നമുക്ക് എത്ര രൂപയാവും എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ബോട്ടവും അതുപോലെ ലൈനിങ്ങും വരുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ദുപ്പട്ട ആണെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 999 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ഇനി 1-2 ഷെയ്ഡ്സും കൂടെ ഉണ്ട്. നമുക്ക് വേഗം അതും കൂടെ ഒന്ന് കാണാം. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ കളറാണ്. വർക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത്. മാക്സിമം പറ്റുന്നിടത്തോളം ക്വാണ്ടിറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനിയും ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയും നമുക്ക് കസ്റ്റമേഴ്സ് കാത്തിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. കുഴപ്പമില്ല, നമ്മൾ വീണ്ടും എന്തായാലും റീസ്റ്റോക്കും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റ് വരുന്നത്. ബോട്ടവും ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ. ഇതാണ് ദുപ്പട്ട വരുന്നത്. എല്ലാം ദുപ്പട്ടയിൽ എല്ലാത്തിലും സ്കാലപ്പിൻ ഫിനിഷിങ് ഉണ്ടാവും. വിത്ത് ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും നമ്മൾ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്ന കളർ ഇതാ കേട്ടോ. ഇതും ഇതെങ്ങനെയാണ് വന്നേക്കുന്നത്. ആ വർക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് അടുത്തടുത്തടുത്ത് ഒട്ടും ഗ്യാപ്പ്, മാക്സിമം ഗ്യാപ്പ് കുറച്ചിട്ട് ആ ഒരു വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ഇത്രയാണ് ഡീറ്റെയിൽ. ഞാൻ എൻ്റെ വർക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം ആ ഒരു ഹെവി ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് നോക്കുക. ഈ ഒരു റേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ വേർത്താണ്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ അത്രയും ഹൈലി ഡിമാൻഡഡ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത ആളിനെ കൂടെ ഞാനൊന്ന് കാണിക്കണമല്ലോ. ഇത് ബ്ലസ്സി, ബാക്കിൽ ഒളിച്ചു നിന്നാൽ പറ്റത്തില്ല. ഇത് ബ്ലസ്സിയാണ്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. ആരും മിസ് ചെയ്യരുത്. എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഞാൻ ഓരോന്നും ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. കാര്യം വർക്കിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് തരാനായിട്ട് പറയുന്നത്. റേറ്റ് വരുന്നത് 999 ആണ്. 999 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക, അപ്പം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.